ആലോചിക്കണം, ഇവർ ഈ സാധനങ്ങൾ മൊത്തം പ്ലാൻ ചെയ്തിട്ട് ഇവരിത് പൊട്ടിക്കാൻ തെരഞ്ഞെടുത്ത ദിവസം എപ്പാന്നറിയോ? എനിക്കൊരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം. എനിക്ക് ഇതൊരിക്കലും ഞാൻ ഇവിടെ വന്ന് പറയൂലെന്ന് ഞാൻ വിചാരിച്ചതാ. എനിക്ക് കിഡ്നി സ്റ്റോണാണ്. ഓക്കെ, കിഡ്നി സ്റ്റോണിന്റെ സീരിയസ്നെസ് അറിയുന്നവർക്ക് അറിയാം. ആണുങ്ങളുടെ പ്രസവ വേദന എന്ന് പറയാം, അത് വേദന അനുഭവിച്ചവർക്ക് അറിയാം. അത്രയും വേദന എന്ന് പറഞ്ഞാൽ പൊളഞ്ഞിങ്ങനെ ചാവും, ബ്ലഡ് മൂത്രമൊഴിക്കും. മനസ്സിലായോ? ബ്ലഡാണ് മൂത്രമൊഴിക്കുക. എനിക്ക് കിഡ്നി സ്റ്റോൺ അല്ല, കിഡ്നീന്റെ തൊട്ട് താഴെ കിഡ്നിയും ബ്ലാഡറും തമ്മിലുള്ള വാൾവില്ലേ, വാൾവിന്റെ ഉള്ളിൽ എനിക്ക് സ്റ്റോണാണ്. ഓക്കെ, അതിന്റെ സാലറി ആയിരുന്നു, അല്ല അതിന്റെ സാലറി എന്ന് പറയുന്നത്, ഇവര് സാലറിന്ന് ഇതിൽ ചാറ്റിലിട്ടിട്ട് അതിനെന്താ പറയാ, സർജറി ആയിരുന്നു മിനിഞ്ഞാന്ന്. ഓക്കെ, ഇത് സ്ക്രിപ്റ്റാന്ന് പറഞ്ഞേ ആരെങ്കിലും അങ്ങനെ എന്ത് പറയുമ്പോൾ സ്ക്രിപ്റ്റാന്ന് ഫേക്കാന്ന് പറയാം, ഇതൊന്ന് ഫേക്കാന്ന് പറഞ്ഞതിനോ ബാക്കി കാണിക്കായിരുന്നു. ഓക്കെ, പറഞ്ഞു തീർക്കട്ടെ. മിനിഞ്ഞാന്ന് ഇവര് തെരഞ്ഞെടുത്ത ദിവസം ആലോചിക്കണം. ഓക്കെ, എടാ എന്റെ ആസ്റ്ററിലെ മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് എടുത്തേ. ആസ്റ്റർ മെഡിസിറ്റ് എത്ര ആൾക്കാർക്ക് അറിയാം? കേരളത്തിലെ ഏറ്റവും ടോപ്പിലേക്കുന്ന മമ്മൂട്ടി അടക്കം ചികിത്സ ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അവിടെ പോയിട്ട് എനിക്ക് ഫേക്ക് രേഖകൾ ഉണ്ടാക്കാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, അതും മറ്റേതും ആസ്റ്ററിന്റെ എടുത്തിട്ടോ. ഇതറിയാലോ, ഡോക്ടർ ഷാജീസ് അഡ്വാൻസ്ഡ്. ഇത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന CT സ്കാനിൽ എടുക്കുന്ന സ്ഥലം. ഓക്കെ, ഇതിലുള്ള എൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണത്. ഓക്കെ, എൻ്റെ സ്കാൻ റിപ്പോർട്ടാണത്. ഞാൻ എത്ര മെഡിസിനിലാന്ന് ഓരോ ദിവസം കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, എൻ്റെ സർജറി ഇവര് തെരഞ്ഞെടുത്ത ദിവസം ആലോചിക്കണം. ഞാൻ സർജറി കഴിഞ്ഞ് ഒരാഴ്ച ബെഡ് റെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആ ദിവസം വീഡിയോ ഇട്ട് പൊട്ടിച്ചില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ. ബ്ലാക്ക് മെയിലും വീഡിയോയും എല്ലാം ടൈമിങ് നോക്കുക ഗൈസ്, ടൈമിങ്. ഞാൻ അവിടെ സർജറി ആയിട്ട് കിടക്കുമ്പോ ഡ്രഗ് പ്രൂഫ് വെയിറ്റ് ആക്കി, ഇത് പറഞ്ഞു തീർക്കട്ടെ നിനക്ക് ഇതെല്ലാം എനിക്ക് കാണിക്കണം. ഇത് ആസ്റ്റർ മെഡിസിറ്റിയില് ഇത് ഡിസ്ചാർജ് സമ്മറി അല്ലേ, അല്ലാണ്ട് എന്റെ പ്രശ്നങ്ങൾ ഇതിൽ പറയുന്ന എവിടെയാ? ഡയഗ്നോസിസ്. മിനിഞ്ഞാന്ന് ഡയഗ്നോസിസ് ഒന്ന് കണ്ടോ, ഒന്ന് ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ പെട്ടെന്ന്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ലെഫ്റ്റ് ഡിസ്റ്റൽ യുറേത്ര സ്റ്റോൺ, അതായത് കിഡ്നിന്റെ തൊട്ടായുള്ള വാൾവില് സ്റ്റോണാ. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും പെയിൻഫുൾ മൊമെന്റ് ആയിരുന്നു. ഓക്കെ, അതിന്റെ സർജറി എന്ന് പറഞ്ഞാൽ, അതിന്റെ സർജറി കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ സർജറിന്റെ മുന്നിലുള്ള ഫസ്റ്റ് എപ്പിസോഡ് പെയിനും. ഓക്കെ, അതിന്റെ ഇടയിൽ ഇവരെന്താ ചെയ്യുന്നറിയോ? ഇവരെന്താ ചെയ്യുന്നറിയാം, കാണിച്ചരാ, ഒരു ഓഡിയോ വെപ്പിച്ചരാം. നമ്മൾ അശ്വിൻ ബ്രോ ഇല്ലേ, ഇവര് ഒരിക്കലും ഡയറക്റ്റ് ബ്ലാക്ക് മെയിലിനോ ഇതിനോ നിൽക്കൂല കേട്ടാ. ഇവര് ഒന്നെങ്കിൽ VC-യിൽ അല്ലെങ്കിൽ നേരിട്ട് പലതവണ എന്നെ നേരിട്ട് കണ്ട് എന്നെ ഇതാക്കിയിട്ടുണ്ട്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പൈസ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും നടക്കിയിട്ട് ലാസ്റ്റ് ടൈമിൽ ഇവർക്ക് കൺഫ്യൂഷനായി, വീഡിയോ ഇടണോ വേണ്ടേന്, അഥവാ പൈസ കിട്ടിയാലോ എന്നുള്ള കൺഫ്യൂഷനായി ഇവനിക്ക്. എന്നിട്ട് നമ്മളെ അശ്വിൻ ബ്രോ വഴി ഇവൻ പറഞ്ഞിട്ടും അവന്റെ പെങ്ങളെ കല്യാണത്തിന് വേണ്ടിട്ട് യൂട്യൂബിൽ നിന്ന് സാധ്യത കൊടുത്തില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വിളിച്ചിട്ട് സംസാരിച്ചത്. എന്താ കാര്യം നിനക്ക് മനസ്സിലാകുന്നില്ല, എന്താന്ന് നിന്റെ അടുത്ത് സംസാരിച്ചാൽ എനിക്ക് എന്താന്ന് ഐഡിയ കിട്ടുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു അവരോട് സംസാരിച്ച കൂടെ അതിനുശേഷം വീഡിയോ റിലീസ് ആക്കുമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ 7 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം, അതിനിടയിൽ നിങ്ങൾ സംസാരിച്ചിട്ട് സോൾവ് ആക്കാൻ പറ്റുമെന്ന് നോക്കി, അല്ലെങ്കിൽ ഞാൻ 7 മണിക്ക് വീഡിയോ ഇടുന്നല്ല പറയുന്നത്. ഞാൻ എന്നെ വിളിച്ചത് ഞാനവിടെ പെയിനില് പൊളയുമ്പോ ഇവൻ നെഗോഷിയേറ്റ് ചെയ്യാ. ഞാനിത് കഴിഞ്ഞ് നേരെ ഞാൻ അത്രയും പെയിനിലുള്ളപ്പോ ഞാൻ അങ്ങ് സമ്മതിക്കുമല്ലോ. ഞാൻ അങ്ങ് സമ്മതിച്ചിട്ട് ഇതങ്ങ് പൈസ കൊടുത്ത് ഒഴിവാക്കും. അതിന് വേണ്ടി ഒരു നെഗോസിയേഷനും ഇല്ല. മനസ്സിലാ? പറ്റൂല, അത്രേ ഉള്ളൂ. മനസ്സിലാ? പറ്റൂല. ഒരു പരിപാടിക്കും ഒരു നെഗോസിയേഷൻ, ഈ തീവ്രവാദികളായിട്ടും ചതിയന്മാരായിട്ടും നെഗോസിയേഷൻ പറ്റൂല എന്നാ. മനസ്സിലാ? ഏത് മമ്മു വീഡിയോ, മമ്മു ഹൗസ്. അതെ, മമ്മുന്റെ ഹൗസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്ന് തീർക്കട്ടെ. ഞാൻ സർജറി കഴിഞ്ഞ് ഫുൾ സ്ക്രിപ്റ്റ് അയ്യോ ഫുള്ള് കാണിച്ചില്ല. സ്ക്രിപ്റ്റ് എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. അടുത്തെന്താ വേറെന്തൊക്കെയുള്ള ഇതാ ബില്ല്. എത്ര ലക്ഷം രൂപയാണ് സർജറിക്ക് ആയത് എന്നുള്ള ബില്ല്. അത് ഇതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അതൊന്നും വലുതാക്കിയ സർജറി ബില്ലാണ്.
ഓക്കെ. ആസ്റ്റർ മെഡിസിറ്റി ചെയ്ത് ഇത് ഒരിക്കലും എനിക്ക് ഇത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ അത്രയും ബെസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഇതുള്ളത്. അവിടെ ഞാൻ മമ്മൂട്ടിയിൽ താമസിക്കുന്ന ഒരു റൂമുണ്ട്, പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായി പോയി. മനസ്സിലാവും. അവിടെ മമ്മൂട്ടിയെല്ലാം ചികിത്സക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, പ്രസിഡൻഷ്യൽ സ്യൂട്ട്. അവിടെ എന്തോ ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആകാൻ എത്രയോ ഭയങ്കര എമൗണ്ട്. മനസ്സിലാവും ആ റൂമിൽ. ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ പണി പെട്ടെന്ന് ഇതൊന്ന് ഈ സ്റ്റോണൊന്ന് റിമൂവ് ചെയ്യാന്നുള്ള ഒറ്റ ഇതായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞു. ഞാൻ റെസ്റ്റില്, ഞാൻ ഒരാഴ്ച റെസ്റ്റ് കിടക്കണമെന്നാ. ഓക്കെ, ഒരാഴ്ച ഞാൻ റെസ്റ്റ്. കുര്യൻ വന്നോ സ്ക്രീനില്? അല്ലെങ്കിൽ ആരുമില്ല. ഇന്ന് ഞാൻ ഒറ്റക്കാ. നിങ്ങൾ എല്ലാവരും മാറും. കുര്യനെ കാണണോ? എടാ കുര്യ ഒന്ന് മുഖം കാണിച്ചിട്ട് പോയാ പെട്ടെന്ന്. ഇത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചറവറ ഇടല്ലേ. ഏതെങ്കിലും ഒരു കാര്യം മാത്രം എല്ലാവരും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഇത് കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചു കഴിഞ്ഞോ? ഇത് മൊത്തം കൺഫ്യൂഷനാടാ. ഇതെല്ലാം എന്തെല്ലാം കാണിക്കണം, എന്തെല്ലാം പറയണം, എന്തൊക്കെയാണ് കാണിക്കാനുള്ളത്? ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചോ? ഇങ്ങനെല്ലാം എന്നെ ആക്കിയെടുത്തതല്ലടാ. ഇതിന്റെ ആവശ്യമായിരുന്നടാ. എല്ലാരെയും രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് ഒരു പൊട്ടനെ പോലെ ജീവിച്ച എന്നെ ഒരു വില്ലനാക്കി മാറ്റിയില്ലടാ നീ എല്ലാം കൂടിയിട്ട്. അത് ഞാൻ പറയാലേ. ഇനി ഇതിന്റെ ഈ ലൈവ് തീരുമ്പോ ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യത്തില് അവര് മൊത്തത്തിൽ ഇതാവടാ. ഞാനൊരു വില്ലനാന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. കാരണം അവരുടെ ജീവിതം അത്രയും നശിക്കും. അവര് മരിക്കേണ്ടി വരും. മനസ്സിലാവും. അവര് മരിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇതായി കഴിഞ്ഞാല് എനിക്കറിയില്ല. ഞാനങ്ങനെ നിങ്ങൾ വിചാരിച്ചു ഞാൻ വില്ലനാന്ന് വിചാരിക്കുന്ന വിചാരിച്ചു. എനിക്കറിയില്ല. എനിക്ക് എന്റെ നിരവധം തെളിയിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും എന്റെ മുന്നിലില്ല. ഓക്കെ, ആയതോ അതാണ്. അതും കൂടി ഒന്ന് കാണിക്കാം. ആ ഹോസ്പിറ്റലിന്റെ ഇത് ഒന്നും മിസ്സാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം കാണിച്ചു പോകാൻ വിചാരിച്ചിട്ട്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത വീഡിയോ. എന്റെ ബ്ലഡ്, ഞാൻ എന്റെ യൂറിൻ ബാഗ് ചെയ്ത് മനസ്സിലാ. ചോരയാണ് ഞാൻ മൂത്രയിക്കുന്നത്. അത്രയും പെയിനിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഇവന്മാരപ്പുറത്ത് ബ്ലാക്ക് മെയിൽ നടക്കുന്നത്. മനസ്സിലാ. നെഗോസിയേഷൻ, പൈസക്ക് നെഗോസിയേഷൻ. മനസ്സിലാ. ഇതെന്റെ ആസ്റ്റർ ഐഡിയ. ഇത് അടിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ അവിടെ വിളിച്ച് ചോദിച്ചാലോ എല്ലാം അറിയാൻ പറ്റും. ഏതാ ഡേറ്റ് നടക്കാൻ അറിയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇവരുടെ സ്ക്രിപ്റ്റ് ആണ്. കൂടുതൽ വ്യൂ കിട്ടാൻ ഇപ്പോൾ ഇഷ്യൂ കാരണം കൂടുതൽ അറ്റൻഷൻ, കൂടുതൽ ലാഭം. അല്ലടാ, ഒരാളെ ജീവിതം നശിപ്പിച്ചിട്ട് എന്ത് സ്ക്രിപ്റ്റ്? ഓൻ ഇന്നലെ എന്റെ ജീവിതം നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ എന്നെ കള്ളനാക്കിയത്. മനസ്സിലാവും. ഇന്ന് ഞാൻ ഓന്റെ ഡ്രഗ്സ് ഇഷ്യൂവും ഇതും ഓന്റെ റിയൽ ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിലെങ്ങനെ സ്ക്രിപ്റ്റ് വരും? ഡ്രഗ് കേസ് വീഡിയോ. ഡ്രഗിന്റെ ഏതാടാ? ഡ്രഗിന്റെ ഏതൊക്കെ ഉള്ളത്? എല്ലാം ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൽ 3000ന്റെ അപ്പുറത്ത് സാധനങ്ങളുണ്ട്. ഇതിൽ ഓരോന്ന് അവിടെയൊക്കെ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് ഇത് കൊറേ കാണിക്കാൻ ബാക്കിയുണ്ടല്ലോ. ഇതാണോ? നോക്കട്ടെ. ഇതാണോ നിനക്കറിയില്ല. നോക്കട്ടെ പ്ലീസ്. സായി പപ്പി ഇതിട്ടോ. അതിലും ഷമീറും എനിക്കിട്ടും വന്ന് പണിഞ്ഞതാ ഇൻസ്റ്റാ റിക്കവറി. അതെല്ലാം ഷമീറിന്റെ പണിയാമത്തെ. ഇതെല്ലാം അറിയാൻ വൈകിപ്പോയി. അറിയാൻ വൈകിപ്പോയി. ഇത് ബാക്കിലിരുന്ന് പണിയുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല. കുറേ നിങ്ങൾ ചില സാധനങ്ങൾ നിങ്ങൾ കേൾക്കണം. ഓക്കെ, ചില സാധനങ്ങള് ഇതെന്താ ഇനി വരും തോന്നില്ല. കാരണം ഇത്രയും കാലം ഓനോട് വരാൻ പറഞ്ഞത് ആഡ്സൻസ് പൊക്കിയത് പിരിഞ്ഞ്. ആഡ്സൻസ് പൊക്കിയ കേസ് ഞാൻ പറഞ്ഞുതരാം. ആഡ്സൻസ് പൊക്കിയ കേസ് അതായത് ഇതിന്റെ എല്ലാം പ്രശ്നമായല്ലോ, അടിയായല്ലോ, ഇവിടെ എല്ലാവരും പിരിഞ്ഞല്ലോ. അതിന് ശേഷം ഞാൻ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചു. ഇവന്മാരായിട്ടുള്ള കോണ്ടാക്ട് എന്താ പറയാ, ഇവന്മാര് പോയത് 3 മാസം മുമ്പ്. ഏതാ ഡേറ്റ്? ഏതാടാ ഡേറ്റ്? എന്തെങ്കിലും അറിയോ? അല്ല, ആദ്യം ഷമീർ പോയി. ഞാൻ പറഞ്ഞ ഇവരെ ഒരുമിച്ച് പോവല്ലേ ചെയ്തത്. ആദ്യം ഷമീർ പോയിട്ട് ഇവന്മാരെ വലിക്കരുത്. ഈ ഷമീർ പോയപ്പോ ഞാൻ എന്താ വിചാരിക്കുന്നത്, ഷമീർ പോയി ഇവന്മാരെല്ലാം ഇവിടെ ഉണ്ട്.
എൻ്റെ ആൾക്കാർ. ഇവരെല്ലാ ദിവസവും എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചും കളിച്ചും ഇരുന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ അത്രയും സ്നേഹം എൻ്റെ മുന്നിൽ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കിട്ട് പണിയാടാ. ആ കോൾ റെക്കോർഡ്സ്, അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എനിക്ക് അതിൽ നിന്ന് ഫയൽസ് എനിക്ക് കിട്ടിയില്ലായിരുന്നുണ്ടല്ലേ, ഞാൻ ഇപ്പോഴും അറിയില്ല. അന്ന് അതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ എന്നെ വിശന്ന് കൊന്നിട്ട് ഇവർ പോയിട്ടുണ്ടാവും. മനസ്സിലാവും. ഇവരിങ്ങനെ ഷമീറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ ഷമീർ പറയാം ഓന് ഉറങ്ങുമ്പോൾ ഓൻ്റെ ഇതെടുത്തോ. അത് കോൾ റെക്കോർഡിലില്ല, പക്ഷെ ഞാൻ ഉറങ്ങുമ്പോൾ ഇതെടുത്തത്. ഓക്കെ, ഞാൻ ഉറങ്ങുമ്പോൾ ഇതെടുത്തതെന്ന് ഉറപ്പുണ്ട്. അതിൻ്റെ ഒന്ന് റെക്കോർഡാ. മറ്റേ ഷമീറിൻ്റെത് ഇപ്പോൾ അറിയുന്നത് നമ്മൾ ഷമീറിന്റെ അക്കൗണ്ട് ആഡ്സൻസ് മാറ്റിയാൽ മതി. അല്ല നമ്മളല്ല, അത് ഓൻ മാറ്റിയാന്ന് തോന്നുന്നു. എടാ അവിടെ ആരുമില്ലല്ലോ, ഉറപ്പല്ലേ? ഇതാരുമായിട്ട് സംസാരിക്കാറോ? ജാസി ഇവിടെയുള്ള വേറൊരു എഡിറ്റർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അഖിലല്ല, വേറൊരു എഡിറ്ററിന് ആയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ജാസി പറയുന്നത് കേൾക്കണം. പറയാൻ പറ്റില്ല. അക്കൗണ്ട് ഇപ്പം എടുത്ത് ആഡ്സൻസ് ഇവന്റേക്ക് മാറ്റി. അല്ല, ഷമീറിന്റെലേക്ക്. അത് സംഭവം നമ്മളല്ല മാറ്റിയത്. അപ്പൊ ഇതറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു പിന്നെ ഇതാരെ ചെയ്തതെന്ന് അറിയില്ല, ബേക്കുന്ന ആരൊക്കെ പണിയാൻ നോക്കുന്നുണ്ട്, നിങ്ങളിലുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയാം ഇവരോട്, ബേക്കുന്ന ആരോ പണിയാൻ നോക്കുന്നുണ്ട്, ഇതെങ്ങനെ നടന്നു? ഇവരിതൊന്നും ഞാൻ അറിയാണ്ട് ഞാൻ ഉറങ്ങുമ്പോ എന്റെ ഫോൺ എടുത്ത് ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് എന്റെ മുന്നിൽ ചോദിക്കുമ്പോ പാവം. ഇല്ല. അപ്പൊ എന്നെ കുറെ പറഞ്ഞു, നീ വലിയ ഇതാക്കണ്ട, എന്തായി കഴിഞ്ഞാൽ ഷമീർ കുറെ കാലമായി, നീ ഞാൻ വന്നിട്ടേ ഉള്ളൂ, പണിയാണെന്ന് വിചാരിച്ചാൽ പണിയാൻ എനിക്ക് തന്നെ പണ്ട്. ഡ്രഗിൻ്റെതല്ലടാ ഞാൻ കേൾപ്പിച്ചത് മൊണ്ണകളെ. ഡ്രഗിന്റെ അല്ലേ ഞാൻ കേൾപ്പിച്ചത്. ഡ്രഗിന്റെ ഇനിയും എക്സ്ട്രാ ഉണ്ട് കുറെ. ഈ 3000 തപ്പിയെടുക്കണം. മനസ്സിലാവും. ഓരോന്നായിട്ട് എടുക്കണം. മനസ്സിലാവും. ഡ്രഗിന്റെ അല്ലേ ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തന്നത്. അതിലും എവിഡൻസ് വേണം. തരാം. ഡ്രഗിന്റെ മോർ എവിഡൻസ്. ഷമീർ സിസ് മാരേജ്. എന്ത് സിസ് മാരേജറാ ഇത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓന്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് മൊത്തം ചെലവ് നോക്കി ഞാൻ നടത്താന്ന് പറഞ്ഞതാ. മനസ്സിലാ? ഓന്റെ പെങ്ങളെ മൊത്തം നടത്താനല്ല, അതിന്റെ മൊത്തം ചെലവ് ഓൻ എന്തിടണം, ആ വീട്ടിൽ ഓന്റെ പെങ്ങളെ കല്യാണത്തിന് ഓൻ എത്ര പൈസ ഇടണം, അത് മൊത്തം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതാ. അത് മൊത്തം എന്റെ വകാതെ ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞതാ. ഇവന് ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിട്ട്, ഇമോഷണൽ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വെറുതെ എന്റെ പെങ്ങളെ കല്യാണത്തിന് ചോദിച്ചപ്പോ തന്നില്ല എന്നൊക്കെ. എടാ, ആദ്യത്തെ ആ അക്കൗണ്ടിന്റെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കോ പറഞ്ഞ മൊത്തം കളവാന്ന്. വാക് 777 എന്താ അതിൽ എന്നെ ഒരു വട്ടം മൂഞ്ചിട്ടുണ്ട്, ട്രിപ്പ് എല്ലാം പറഞ്ഞ് പിന്നെ തന്നെ അൺഫോളോ അടിച്ചു പോയി. ലൈക്ക് എന്നോട് ഫണ്ട് മുമ്പ് എടുക്കണ്ട, പ്രൊമോഷൻ മതി എന്ന് പറഞ്ഞ് ഞാൻ ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു. ഇത് എനിക്കറിയില്ലടാ ഇതെല്ലാം ഇനി എന്താ മുന്നോട്ടാ. ഞാൻ ഒരു കാര്യം പറട്ടെ, ഇവരെല്ലാം ഈ പേരും പറഞ്ഞാണ് കളിക്കുന്നത്. മനസ്സിലാവും. ഈ MRG എന്നുള്ള പേര് ഞാനൊരു കാര്യം പറയാം, ഇവരോട് ടാഗ് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ റിമൂവ് ചെയ്യൂല. ഓക്കെ, ടാഗ് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ റിമൂവ് ചെയ്യൂല. ഷമീറിന്റെ അക്കൗണ്ടാണോ അത്? ഷമീറിന്റെ അക്കൗണ്ടാണോ അത്? കൺവിൻസ്ഡ് ജിയോ ടു ഒന്ന് ചെക്ക് ചെയ്ത. ഷമീർ ഫേക്ക് അക്കൗണ്ട് ആണോ ഷമീറാണോ? പുതിയ സാധനം സെറ്റാക്കിയിട്ടുണ്ടാവും. പുതിയ സാധനം എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ഇവൻ്റെ ഒന്നും മെസ്സേജ് വായിക്കാൻ പോലും താല്പര്യമില്ല. നാളെ എന്താ വെളുപ്പിക്കാന്ന് കണ്ടറിയാം. ഓക്കെ, ഫിലിം ഷൂട്ട് എന്തായാലും ഇത് അതിനു വേണ്ടിയുള്ള പ്രൊമോഷൻ അല്ലേ എന്നാ. എടാ, ഇത്രയും ഡാർക്ക് സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇത് എങ്ങനെയാടാ ഇനി ഇതെല്ലാം സ്ക്രിപ്റ്റാന്ന് പറയുക? ഇത്രയും പ്രൂഫ് ഞാൻ കാണിച്ചു തന്നു, ഇത് വീഡിയോ കാണിച്ചു തന്നു. ഇതെങ്ങനെയാണ് ഇതാന്ന് പറയാ, ഇത് സ്ക്രിപ്റ്റാന്ന് എങ്ങനെ പറയാ? എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ഗ്രൂപ്പിന്റെ പേരന്നെ ഉണ്ടാക്കി വെച്ചത്. ഇതില് ഞാനൊരു കാര്യം പറയില്ല, റെസിസ്റ്റൻസ് ഞാൻ ഈ ഗ്രൂപ്പിന്റെ പേരന്നെ ഉണ്ടാക്കി വെച്ചത്. മനസ്സിലായി? ഇതില് ഞാൻ എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ ഇപ്പോഴും 3000 വോയിസും കേട്ട് തീർന്നിട്ടില്ല. ഇതിപ്പോ ഇന്നലെ പെട്ടെന്ന് ഇവര് വീഡിയോ ഇട്ടോണ്ട് ഇതിലിങ്ങനെ പെട്ടെന്ന് സോർട്ട് ചെയ്തെടുത്ത കുറച്ച് ഓഡിയോസ് മാത്രം ഇതാക്കിയിട്ടുള്ളൂ. ഫുള്ള് കേട്ട് തീർക്കണം. ഓക്കെ, ഇതിൽ പെട്ടെന്ന് വരുന്ന സാധനങ്ങളാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. മനസ്സിലാവും? എന്റെ പേരിനായിട്ട് റെസിസ്റ്റൻസ് എന്നാണ്, അതായത് ചെറുത്തുനിൽപ്പ്. ഇതെന്റെ ചെറുത്തുനിൽപ്പാണ്. മനസ്സിലായി? ഇവരൊന്നും ഒരിക്കലും ഇവരെല്ലാം റിയൽ ഫേസ് ഇങ്ങനെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. മനസ്സിലാവും? ഇത് വേറെ വഴിയില്ല. മനസ്സിലാവും? അത് ഇത്രയും ഡാർക്ക് സാധനം ഞാൻ ഓന്റെ മുഖം പൊളിഞ്ഞു വീണിട്ടും ഓൻ അതിന് കൺവിൻസ്ഡ് സീ യു ടുമോറോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവന് ഇതല്ല പ്രശ്നം.
മനസ്സിലായി? ഇവന് പൈസ കിട്ടിയാൽ മതി, ഇവന് മാനം പോയാൽ കുഴപ്പമില്ല. ഇവന്റെ വീഡിയോ അല്ലടാ ഞാൻ ഇവിടെ ഇട്ടത്, എന്നിട്ട് അവൻ അങ്ങനെ വന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയാൽ മാനം കുഴപ്പമില്ല എനിക്ക്. മനസ്സിലായോ? അവൻ സ്വന്തം തന്തനെ സ്വന്തം വീട്ടിൽ കൂട്ടി കൊടുത്തിട്ടാലും പൈസ ഉണ്ടാക്കാന്നല്ലാണ്ട് വേറെ അതിന്റെ അപ്പുറത്തൊന്നും ചിന്തിക്കൂല. മനസ്സിലായോ? അതിന്റെ അപ്പുറത്ത് ഷെയ്ക്കിന് വാച്ചിങ് കയറിയപ്പോ ഷെയ്ക്കിനോടായിരുന്നു ദേഷ്യം. മനസ്സിലായോ? കുറേ കാര്യങ്ങളുണ്ട് മുത്തേ, ഞാൻ കാര്യം പറയാലോ. MDMA ഇതാക്കുക നാളെ സീറ്റ് മാറെന്ന് പറഞ്ഞില്ലേ, നാളെ ഡ്രഗ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. ഓക്കെ, ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. എല്ലാ പരിപാടിയും ഉണ്ട്. മനസ്സിലായോ? എല്ലാ പരിപാടിയും ഉണ്ട്. കല്ലടി, കഞ്ചാവടി, എല്ലാ പരിപാടിയും ഉണ്ട്. മനസ്സിലായോ? കെമിക്കൽസിന്റെ ഇവന്റെ ബ്ലഡിൽ നിന്ന് കെമിക്കൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയുന്ന പണി ചെയ്യും. ഓക്കെ, ഞാനും വരും, ഞാനും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാനും ടെസ്റ്റ് ചെയ്യും. ഓൻ അതിന് സമ്മതിച്ചാൽ ഞാനും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഓൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്യും. പോരെ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഓൻ്റെ ബ്ലഡിൽ അതുണ്ടെന്ന് അത്രയും എനിക്ക് ഉറപ്പുണ്ട്. ഡ്രഗ് അഡിക്റ്റ്, ഇവൻ ഡ്രഗ് പെറ്റ്ലർ ആയിരുന്നു. ഞാൻ ഉള്ള പോലെ ഞാൻ കാര്യങ്ങൾ ഞാൻ പറയാലോ. അതിന്റെ ഞാൻ ഒരു കാര്യം പറയും, ഈ ലൈവ് കാണുന്ന ആരെങ്കിലും കണ്ണൂര്, പഴങ്ങാടി, മാട്ടൂല്, പാപ്പിൻശ്ശേരി ആ ഏരിയയിൽ, കണ്ണൂർ ആ ഒരു ഇവന്റെ ഏരിയ അറിയാലോ, ആ ഏരിയയിലുള്ള ആരെങ്കിലും മുന്നേ ഇവന്റെ നിന്ന് ഡ്രഗ് വാങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരും. ഓക്കെ, ഇവൻ ഡ്രഗ് സെയിൽ ചെയ്തതിന്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം അവരിൽ ഉണ്ടാവും. മനസ്സിലാവും? ആരെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങളൊന്നും ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നില്ല. പേഴ്സണലായിട്ട് ഇതിന്റെ തെളിവ് എനിക്ക് തരുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ എന്താന്ന് വെച്ചാൽ ഞാൻ തരും. ഇപ്പൊ എനിക്ക് ഇപ്പൊ തപ്പി എനിക്ക് അങ്ങനെ ഓരോ ആൾക്കാരോട് പോയി ചോദിക്കാൻ അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ തപ്പിപ്പോകാൻ എനിക്ക് പറ്റൂല. ഷമീർ ഡ്രഗ് സെല്ല് ചെയ്തിട്ടുള്ള, ഡ്രഗ് വിറ്റിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. നിങ്ങളെ എഡിറ്റ് റിവീൽ ചെയ്യാണ്ട് ഞാനത് ഇതായിക്കോളാം. ഓക്കെ, ചെക്ക് PC-യിലുള്ള വീഡിയോ സേഫ് ആക്കിക്കോ. ആരെങ്കിലും PC-യിൽ നിന്ന് ക്ലിയർ ആക്കുന്നതിന് മുന്നേ ബ്രോ കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കിപ്പം ഇപ്പത്തെ എൻ്റെ അവസ്ഥ എന്താ അറിയോ? ഇപ്പത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡാർക്കസ്റ്റ് ആയിട്ട് എനിക്ക് ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എൻ്റെ മാനസികാവസ്ഥ ഇത് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത പ്രൂഫുകളിലേക്ക് പോവാം. ഇഷ്ടംപോലെ സാധനം വരാണ്ട് എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കോ. അന്ന് ഈ സംഭവം എനിക്ക് ഇവര് ചതിയാന്ന് എനിക്ക് മനസ്സിലായി.